ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ സർവൈവൽ ഡിസ്പ്ലേയുടെ 8ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വൂൾ ഫാമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു എൻ്റർ ചെസ്റ്റും നമുക്ക് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പരിപാടി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെൻറ്റിങ് ബുക്ക് ഒപ്പിച്ച് വെക്കുന്നത്, പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 2 ബുക്കും കൂടി കിട്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയ ബുക്സൊക്കെ. പിന്നെ നമ്മൾ ആർമറിലെ ട്രിമ്മും കാര്യമൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും പോസ്റ്റ് പറഞ്ഞിട്ടുള്ള ട്രിമ്മാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഞതർക്കൊക്കെ വരുന്ന വീഡിയോസിനൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിന് കൂടി ഇടുന്നില്ല. പിന്നെ നമ്മുടെ ബേസിൻ്റെ ഇവിടെ ഒക്കെ ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓണപ്പരിപാടി വേണ്ടി ചെയ്തതാണ് ഗൈസ്. ഒക്കെ വൈബ് ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു വൈബൊക്കെ ഉണ്ട്. നമ്മൾ ഞതറിലോട്ട് കയറി കുറച്ച് ബൂട്ട്സാണ് പറയുന്നല്ലോ. ബ്ലേസ് റോഡും കാര്യമൊക്കെ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കോഴ്സും കാര്യമൊക്കെ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കാം. ഇതിനുവേണ്ടി എൻ്റർപ്പളും ഒക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആയിട്ടില്ല. പിന്നെ നമ്മൾ ഡയമണ്ട് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഫുള്ള് എന്നൊക്കെ പറയുമ്പോൾ 29 ഡയമണ്ട് ആയിട്ടുണ്ട് ഗൈസ്. 29 ഡയമണ്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാല്യൂബിൾസിൻ്റെ ചെസ്റ്റിൽ നിൽക്കുന്ന 15 ബ്ലേസ് റോഡ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊണ്ടുപോകണം. ഞാൻ നമ്മളെ ഇവിടെ കയറിയിട്ട് കുറച്ച് ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ കേവി പറ്റി കുറച്ച് ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ട് കാണിക്കാം. പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ പ്ലാനായിട്ട് എനിക്കത് ഞാൻ ഇതൊന്നെങ്കിൽ പൊളിച്ച് കളയും, അല്ലെങ്കിൽ ഞാൻ കത്തിലെന്തെങ്കിലും ചെയ്യും. തിരിച്ച് നേരെ കയ്യിൽ പോയി കുറച്ച് ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ട് വരാം. ബസ് ഇവിടെ കുറച്ച് സ്ലൈമിന് അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ കൊന്നിട്ടുണ്ട്. അത്യാവശ്യം 11 സ്ലൈം കിട്ടി. നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും. നമുക്ക് ഇവിടുന്ന് ഒരു MLച്ചും ട്രൈ ചെയ്തിട്ട് അതും കിട്ടി. ഞാൻ ഒരു പ്രോ തന്നെ. ഞാൻ നമ്മൾ അടിയിലോട്ട് ഇറങ്ങി കുറച്ച് ഒബ്സിഡിയൻ കളക്ട് ഗൈസ്. നമ്മൾ 8 ഒബ്സിഡിയൻ എന്ന് പറഞ്ഞിട്ട് 16 ഒബ്സിഡിയൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് മുകളിലോട്ട് കയറാം. ബഗ് റോക്കറ്റിൻ്റെ കാര്യം കുഞ്ഞുപള്ളി ഏത് വ്യാളിയാടാ അത്? വള്ളക്കാണ് അടിമതി. ഞാൻ തിരിച്ച് മുകളിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, എനിക്കൊരു അനൗൺസ്മെൻറ്റ് പറയാനുള്ളത് എനിക്ക് നമ്മുടെ ഡിസ്പ്ലേ വേൾഡിൻ്റെ അവസാനത്തെ എപ്പിസോഡ് 10ാമത്തെ എപ്പിസോഡ് ആവുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും 10ാമത്തെ എപ്പിസോഡ് ഞാൻ ഫൈനൽ എപ്പിസോഡ് ആക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് നീട്ടി കൊണ്ടുപോകാൻ സമയമില്ല, കാരണം ഓൺ ലൊക്കേഷൻ തീരോടോ ഡെയിലി മാക്സിമം വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലാസ്സിനൊക്കെ തന്നെ നോക്കും, പിന്നെ വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ അപ്സ്റ്റേഴ്സിൽ എത്തട്ടെ. ഇതിന് മുകളിലോട്ട് എത്തട്ടെ. ഇവിടെ നിന്നൊക്കെ കയറിയായിരുന്നു. പിന്നെ മുകളിലോട്ടല്ല. നൈറ്റാണ് ഇപ്പോൾ. നൈറ്റ് നമ്മളങ്ങനെ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട്. നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇതിപ്പോൾ 226 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ കിടന്നിട്ടുണ്ട്. നേരെ എണീക്കുക, ഇങ്ങോട്ടേക്ക് വരിക, ഇങ്ങോട്ടേക്ക് പോവുക. ഇവിടെ നമ്മുടെ ഒരു ബ്ലേസ് റോഡും മാത്രം. ബാക്കി ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ കൊടുക്കുക. 2 കൊടുക്കുക, ഇതിലോട്ട് വയ്ക്കുക, ബ്ലേസ് റോഡ് വയ്ക്കുക, ഇവിടെ വയ്ക്കുക, ഡീഫൻസ് ആക്കുക. രണ്ടരപ്പള വയ്ക്കുക, ഒരു ബ്ലേസ് റോഡ് വയ്ക്കുക, ഒരു IF ഉണ്ടാക്കുക. 2 എൻ്റർ ചെസ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 എന്തിനായിട്ടാണെങ്കിൽ ഒന്ന് നമ്മുടെ സ്റ്റോറേജ് ഏരിയയിൽ വെക്കാൻ, ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കാൻ. ഇതിൽ നമ്മളുടെ പിക്കേക്സ് പിന്നെ ഇതൊക്കെ വെക്കുക. ഇതിൻ്റെ ഉള്ളത് പെറുക്കി തള്ളി വെച്ചേക്കാം. ഫുഡൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ഗോളായ ഇതിലോട്ട് പോകാം. ഇതിൻ്റെ പേര് മറന്നു.
വൂൾ ഫാമിലോട്ട് പോകാം. വൂൾ ഫാം ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് ഗ്ലാസ് വേണം. നമ്മുടെ ഒരു ഗ്ലാസ് ഉണ്ട്. കുറച്ച് കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ ഒന്നുപോലും ഇല്ലടാ നമ്മുടെ കയ്യിൽ. ദാരിദ്ര്യമാണ്. കുറച്ച് 34 സ്റ്റോൺ ഉണ്ട്. ഞാൻ ഷീപ്പിനെ ഒപ്പിക്കാൻ പോയതാണ്. ഷീപ്പിനെ ഒപ്പിച്ചുകൊണ്ട് വരികയാണ്. ഓടി എല്ലാവരും ഇവിടെ കറങ്ങി നിൽക്ക്. ഐറ്റംസ് എടുത്തിട്ട് വരാം. നമുക്ക് ഇനി കുറച്ച് ഐറ്റംസ് ഒബ്സർവർ ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒബ്സർവർ കയ്യൊക്കെ ആക്രികൾ കൊണ്ട് നാളെ ചവറോടൊപ്പം വേണ്ട റിസോഴ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ വേണ്ട റിസോഴ്സും കാര്യമൊക്കെ തന്നെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടി ആദ്യം നിങ്ങളുടെ ഡിസ്പെൻസർ എടുത്തിട്ട് ഇവിടെ വെക്കണം. അതിൻ്റെ ശേഷം നിങ്ങൾ ഇതിൻ്റെ ബാക്കിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ 2 ബ്ലോക്ക് മാറ്റും. അതിൻ്റെ ശേഷം നിങ്ങളുടെ ഒബ്സർവർ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ബാക്കിയുള്ള ഗ്രാസ് ബ്ലോക്കൊക്കെ എടുക്കുക. എന്നിട്ട് ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കാം. അതിന് ശേഷം ഇവിടുന്ന് 1 2 3 ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങണം. ഇത് നിങ്ങളുടെ ചെസ്റ്റ് എടുത്തിട്ട് അത് ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കണം. പക്ഷെ നിങ്ങളുടെ ഓപ്പൺ എടുത്തിട്ട് ഇങ്ങനെയല്ല തെറ്റി ഒരു ബ്ലോക്കും കൂടി താഴ്ത്തി വെക്കണം. എന്നാലേ വർക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റ് ഇടിക്കുക. ഇവിടെ ചെസ്റ്റ് വയ്ക്കുക. ഇവിടെ വീണ്ടും തെറ്റി. ഇവിടെ ചെസ്റ്റ് വയ്ക്കുക. പക്ഷെ നിങ്ങളുടെ ഓപ്പൺ എടുത്തിട്ട് ഇവിടെ വെക്കുക. നിങ്ങളുടെ റെയിൽ എടുത്ത് ഇവിടെ വെക്കുക. നിങ്ങളുടെ മൈൻകാർട്ട് വിത്ത് ഓപ്പർ എടുത്ത് ഇവിടെ വെക്കുക. നിങ്ങളുടെ ഇതെടുത്തിട്ട് അവിടെ ഞാൻ ഇപ്പോൾ കിട്ടിയൊന്നും റെക്കോർഡ് ആയിട്ടില്ല. എന്നാലും സീനില്ല. നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്. ഞാൻ വെട്ടത്തിൻ്റെ ഉള്ളിൽ സീനില്ല. ഗ്ലാസ് കൊടുത്തിറങ്ങാം. നേരത്തെ കാണിച്ചത് പോലെ തന്നെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ ഈറ്റെടുത്തതിന് ശേഷം ഈ പൊട്ടനെ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ അതും സെറ്റ് അതിൻ്റെ മുമ്പ് പോകുന്നതിനുണ്ട് ഇവിടെ നിന്ന് വയ്ക്കുക. ഒരു ഗ്ലാസ് വയ്ക്കുക. ഇടർത്ത് പൊട്ടിക്കുക. ഇതും പൊട്ടിക്കുക. ഇത്രയുള്ള നമ്മളെ ഫാം ഇപ്പോൾ വർക്കാവേണ്ടതാണ്. അപ്പോൾ ശരിയായി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വർക്കാവും. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ കുറച്ച് നേരം നെഫ്റ്റിൽ നിന്ന് നോക്കാം. എന്നിട്ട് വർക്കാവുന്നെങ്കിൽ ഗൈസ് വർക്കായി. നമ്മുടെ ഷിഫാം വർക്കാവുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ റേഞ്ച് കട്ടുണ്ട്. എന്തായാലും ശരിയില്ല. നമ്മുടെ ഷിഫാം വർക്കാവുന്നുണ്ട്. ഇതേ 3 ബോൾ വന്ന് കിടക്കണം. അപ്പോൾ ഈ ഫാം നല്ല വർക്കിംഗ് ആണ്. നിങ്ങളെ വീട്ടിൽ ഇത് ഉറപ്പായി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അപ്പോൾ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഷെനഫിൽ സൈനിങ് ഔട്ട് ഫ്രം ക്രാഫ്റ്റ് ആൻഡ്